എൻ്റെ കുട്ടിയുടെ അച്ഛനെ എനിക്ക് വേണം. ഞങ്ങൾക്ക് നീതി കിട്ടണം. അവസാനമായെങ്കിലും അർജുനെ ഒരു നിമിഷമെങ്കിലും കാണണം. ഇത്രയും ദിവസം അതും പ്രിയപ്പെട്ടവനെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ 7 നാളുകൾ കടന്നു പോകുമ്പോഴാണ് അത്രയും കാലം അടക്കി വെച്ച സങ്കടമെല്ലാം അണപൊട്ടി ഒഴുകിയത്. ഇതുവരെയും അർജുന് ഒന്നും സംഭവിച്ചില്ല എന്ന് കഴിഞ്ഞ ദിവസം വരെ വിശ്വസിച്ചവർ കഴിഞ്ഞ ദിവസം പറയുകയാണ്. അവസാനമായി ഒരു നോക്കെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് യാചിക്കുകയാണ് അർജുൻ്റെ കുടുംബം. സൈന്യത്തിൻ്റെ സേവനത്തിൽ അതേസമയം പരിപൂർണ്ണ തൃപ്തിയുണ്ട് എന്ന് കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ പറയുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെയല്ല. മലയിടിഞ്ഞ മണ്ണെല്ലാം നീക്കി നോക്കിയെങ്കിലും അർജുനെയോ ലോറിയോ കണ്ടെത്താൻ സൈന്യത്തിന് സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ലോറി പുഴയിലേക്ക് ഒലിച്ചു പോയിരിക്കാം എന്ന സംശയമാണ്. അതുകൊണ്ട് തന്നെ സൈന്യം അപകടം നടന്ന സ്ഥലത്ത് തന്നെ തമ്പടിക്കുകയാണ്. പുഴയിൽ കൂടി പരിശോധന നടത്തിയ ശേഷം മാത്രമേ തിരച്ചിൽ അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ സൈന്യം. അതിനിടയിൽ പുഴയിൽ നിന്നും ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. പുഴയിൽ നിന്നും ലോറിയുടേത് എന്ന് കരുതുന്ന സംശയകരമായ സിഗ്നൽ കിട്ടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ചൊവ്വാഴ്ച നാവികസേനയാണ് പുഴയിൽ പരിശോധന നടത്താൻ ഒരുങ്ങുന്നത്. 16-ന് രാവിലെ 8:30-നാണ് ഷിരൂർ കുന്നിൽ നിന്ന് റോഡിലേക്കും പുഴയിലേക്കും മണ്ണിടിഞ്ഞത്. കുന്നിടിഞ്ഞു വീണ മണ്ണിനൊപ്പം അർജുനും ലോറിയും പുഴയിലേക്ക് വീണിരിക്കാം എന്ന സാധ്യതയിലാണ് ഇനിയുള്ള തിരച്ചിൽ. 25 അടിയിലേറെ ആഴമുള്ള പുഴയിൽ ലോറി മണ്ണ് മൂടി കിടപ്പുണ്ടാവാം. പുഴയിൽ വീണ ലോറി ഒഴുകിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. അപകടത്തിൽപ്പെട്ട പാചകവാതക ടാങ്കർ ലോറി അപകട സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്റർ മാറി പുഴയിൽ നിന്നാണ് കിട്ടിയത്. അതിശക്തമായ കുത്തൊഴുക്കാണ് തിരച്ചിലിന് തടസ്സമാകുന്നത്. ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയി എന്ന നിഗമനത്തിൽ ഇന്ന് ഗംഗാവലി പുഴയിലാകും തിരച്ചിൽ. അപകട സമയത്ത് ഗംഗാവലി പുഴയിലൂടെ തടിയടക്കം ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് അർജുന്റെ ലോറിയിലെ തടി എന്നാണ് സംശയം. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പുഴയ്ക്കടിയിൽ നിന്ന് പുതിയ സിഗ്നൽ കിട്ടിയിരുന്നു. ലോറി കരഭാഗത്ത് ഇല്ല എന്നും മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാവില്ല എന്നും സൈന്യം വ്യക്തമാക്കി. ഗംഗാവലി നദിക്കടിയിൽ നിന്ന് കിട്ടിയ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന. പുഴയിൽ കരഭാഗത്തു നിന്ന് 40 മീറ്റർ അകലെയാണ് സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. ലോറി ചളിമണ്ണിൽ പൂണ്ട് പുതഞ്ഞു പോയിരിക്കാനുള്ള സാധ്യത തള്ളാനാവില്ല എന്ന് സൈന്യവും പറയുന്നു. എന്നാൽ കനത്ത ഒഴുക്കാണ് പുഴയിലുള്ളത്. നാവികസേന സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഇന്ന് വിശദമായ തിരച്ചിൽ നടത്തും. വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറക്സ് ലൊക്കേറ്റർ 120ഉം ഡീപ് സെർച്ച് മൈൻ ഡിറ്റക്ടറും ഉപയോഗിച്ചാവും സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് തിരച്ചിൽ നടത്തുക എന്ന് അറിയുന്നു. 40 മീറ്റർ മാറി 8 മീറ്റർ ആഴത്തിൽ ഒരു വസ്തുവിന്റെ സിഗ്നൽ ലഭിച്ചതാണ് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നത്. ഈ ഭാഗത്ത് നാവികസേന തിരച്ചിൽ നടത്തും. തിരച്ചിലിനായി കൂടുതൽ സേനയും ഉപകരണങ്ങളും ഇന്ന് എത്തും. അർജുന് വേണ്ടി 7-ാം ദിവസം നടത്തിയ തിരച്ചിലിൽ കുടുംബം അതൃപ്തി അറിയിച്ചിരുന്നു. വലിയ പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ സൈന്യത്തെ കാത്തിരുന്നത്. എന്നാൽ ഉപകരണങ്ങളില്ലാതെയാണ് സൈന്യം എത്തിയത് എന്നതും നിരാശയായി. ഒരു മനുഷ്യൻ ഇത്രയേ വിലയുള്ളൂ, അവിടെ ലോറി ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് അവരുടെ ശ്രമം എന്ന് അർജുന്റെ അമ്മ ഷീല പറയുന്നു. പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. ഇനിയും സമയം വൈകിക്കരുത്. പുഴയ്ക്കും റോഡിനുമിടയിലുള്ള ഭാഗത്തും തിരച്ചിൽ ഊർജിതമാക്കണം. കാണാതായ അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്ക് അടിയിൽ ഇല്ലെന്ന് ഇന്നലത്തെ തിരച്ചിലിന്റെ അവസാനമാണ് സൈന്യം സ്ഥിരീകരിച്ചത്. റോഡിൽ മണ്ണിനടിയിൽ ലോറി ഉണ്ട് എന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസവും പരിശോധന. കഴിഞ്ഞ ദിവസം 98% മണ്ണ് നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ല എന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ കൂടി. പക്ഷേ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയിലില്ല എന്ന് സൈന്യം സ്ഥിരീകരിക്കുകയായിരുന്നു. തിരച്ചിൽ 7 ദിവസം പിന്നിട്ടിട്ടും അർജുനെ കാണാത്തതിൽ വലിയ നിരാശയിലാണ് കുടുംബം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.